അങ്ങനെ ഇതാ നമ്മളെ ലൂസിഫർ ഫിലിം കഴിഞ്ഞുകൊണ്ട് പ്രേക്ഷകരുടെ പുറത്തേക്ക് വരുവാണ്. എന്താ ചേട്ടാ അഭിപ്രായം? എന്താ അടിപൊളി. ചേച്ചി എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? കൊള്ളാവോ? നല്ല സിനിമയാണ്, ഇഷ്ടപ്പെട്ടു. ഫാമിലി പ്രേക്ഷകർക്കൊക്കെ വന്ന് കാണാൻ പറ്റുന്ന ഫിലിമാണ്. ചേട്ടോ പടം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ആര് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ, മോഹൻലാൽ അല്ലേ പൃഥ്വിരാജ്? ലാല്. യെസ്. ഈ സംവിധാനം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ക്യാമറ കാര്യങ്ങള്, എഫക്ട്സ് വേറെ ലെവല്. എങ്ങനെയുണ്ട് ബ്രോ? അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ എഡിറ്റിങ്, അതേപോലെ തന്നെ ആ ഒരു സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഫാമിലീസിനൊക്കെ വന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണെന്നാണ് നിങ്ങൾ പറയുന്നത്? യെസ്. ചേട്ടാ എന്താണ് അഭിപ്രായം? നല്ല പടം. ചേച്ചി എന്താണ് അഭിപ്രായം? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടു? ബ്രോ എങ്ങനെയുണ്ട് പടം? നല്ലായിരുന്നു. എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണ്? ആ മോഹൻലാലിന്റെ ഒക്കെ എൻട്രി അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ എൻട്രി, അതേപോലെ സംവിധാനം അടിപൊളി. സൂപ്പർ അടിപൊളി. ബ്രോ എന്താ അഭിപ്രായം? കൊള്ളാവോ? എന്താ അഭിപ്രായം? അടിപൊളിയാണോ? ബ്രോ എന്താണ് അഭിപ്രായം? അടിപൊളിയാണ്. അപ്പം ഫാമിലീസിനൊക്കെ വന്ന് കാണാവുന്നതാണ്. അടിപൊളി. അതാണ്. എങ്ങനെയുണ്ട് ഏട്ടാ പടം? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? കൊള്ളാം. ആരെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, മോഹൻലാലേ പൃഥ്വിരാജ്? മോഹൻലാല്. അതാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പടം വന്നിട്ട് വേറെ ലെവലാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതുപോലൊരു പടം ഉണ്ടായിട്ടുണ്ടോന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. അത്ര അടിപൊളി മേക്കിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതാ നമ്മളെ ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഫാമിലി പ്രേക്ഷകർക്കായിക്കോട്ടെ ആർക്കാണെങ്കിലും ഒരു ലാഗും ഫീൽ ചെയ്യാത്ത തരത്തിൽ അത്രയും അടിപൊളിയായിട്ടുള്ളൊരു മേക്കിങ്, അതേപോലെ തന്നെ സൗണ്ട് എഫക്ട്സ്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, എല്ലാ കാര്യങ്ങളും അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ലാലേട്ടനൊക്കെ വേറെ ലെവല്. ഈവൻ മഞ്ജു വാര്യർ, എനിക്ക് തോന്നി മഞ്ജു വാര്യർ വന്നിട്ട് ആ ഡിവോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്നത് തന്നെ ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിരിക്കും. ആ മഞ്ജു വാര്യർ ആ ഒരു സീനിലൊക്കെ വരുന്ന സമയത്ത് ശരിക്കും രോമാഞ്ചമൊക്കെ തോന്നിപ്പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങളെ അഭിപ്രായം പറയുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതാ നമ്മൾ ഈ ഒരു റിവ്യൂ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടെ ടീം ഡ്രീം ടു പാഷൻ.